ക്യുറേറ്റ്സ് അക്കാദമിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യുറേറ്റ്സ് അക്കാദമി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഗൂഗിളിന്റെ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, അതായത് കഥാബുക്കുകൾ എങ്ങനെ നിർമ്മിക്കാം, അധ്യാപകർക്ക് അതുപോലെ ബുക്ക് റൈറ്റേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിന്റെ ക്രോമിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ കയറിയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യാം. ജെമിനിയുടെ പ്രോ വെർഷനും ഉണ്ട്, ഫ്രീ വെർഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രോ വെർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗൂഗിൾ ജെമിനി എന്ന് ക്ലിക്ക് ചെയ്തു. പ്രോ വെർഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗൂഗിളിൽ ജെമിനി ഓപ്പൺ ആയി, ഹലോ സവാദ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോറി ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്തതിനു ശേഷം ഇടത്തെ ഭാഗത്ത് നമുക്കൊരു 3 ബാർ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റ് ഉണ്ട്, ക്യുനൈറ്റ്സ്, നമ്മുടെ മുൻപത്തെ വർക്കുകൾ, ജെംസ് എന്ന് കാണാൻ പറ്റും അല്ലെ. ജെംസിന്റെ അടിയിൽ ഇവിടെ സ്റ്റോറി ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റോറി ബുക്ക് എന്നൊരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, അതായത് കഥാബുക്കുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇപ്പം ബാലരമ, അതുപോലെ മംഗളം എന്നുള്ള പോലെയൊക്കെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറി ബുക്കുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇത് ജെമിനി ഉപയോഗിച്ചിട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സ്റ്റോറി ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ അവർ ചോദിക്കുന്നുണ്ട്, ക്രിയേറ്റ് എ കസ്റ്റമൈസ്ഡ് പിക്ചർ ബുക്ക് ഫോർ either children or adult given a topic and optional target audience age and an optional art style for the image. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കൂടെ കാണാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ്. This is a photo of my college roommate Emily. She leaves empty mug everywhere. Write a funny story book about how she learned എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തും ഇവിടെ ജെമിനിനോട് നമുക്ക് ചോദിക്കാം. നമുക്ക് ഇന്ന ടോപ്പിക്കിൽ നമുക്കൊരു കഥാബുക്ക് വേണം. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് പേര് കുട്ടൂസൻ എന്നാണ്. കുട്ടൂസൻ എപ്പോഴും കുന്തമായിട്ട് നടക്കും. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്കൊരു കഥ ഉണ്ടാക്കണം, ഫണ്ണി ആയിട്ടുള്ള കഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കഥ ഉണ്ടാക്കി തരും. അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 7 വയസ്സായിട്ടുള്ള 7-year-old doesn't want to sleep over at their grandma's house. Create a story book to help them cope എന്നുള്ളതാണ്. അതായത് 7 വയസ്സായിട്ടുള്ള ഒരു കുട്ടി രാത്രി ഉറങ്ങൂല, പേടിച്ചിട്ട് ഉറങ്ങൂല. ഡസൻ വാണ്ട് ടു ഉറങ്ങാൻ ഇഷ്ടമില്ല, ഗ്രാമിന്റെ ഹൗസിൽ ഉറങ്ങാൻ ഇഷ്ടമില്ല എന്നുള്ളൊരു തീമാണ് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള സ്റ്റോറി ബുക്ക് ഉണ്ടാക്കാം, ഒരു കഥാ ബുക്ക് ഉണ്ടാക്കാം, സ്റ്റോറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അതനുസരിച്ചുള്ള സ്റ്റോറി ബുക്ക് നമ്മൾ ഇവിടെ കൊടുത്തുള്ള എക്സാമ്പിൾ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനനുസരിച്ചുള്ള കഥ ജസ്റ്റ് നമ്മുടെ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്റ്റോറി ആരുണ്ടാക്കി തരും, ജെമിനി നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഉണ്ടായി വരുന്നത്. ക്രിയേറ്റിംഗ് സ്റ്റോറി ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്, റൈറ്റിംഗ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ജെമിനി തന്നിട്ടുള്ള എക്സാമ്പിൾ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ക്രിയേറ്റിംഗ് ഇല്ലുസ്ട്രേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇല്ലുസ്ട്രേഷൻ അതിന് വേണ്ടിയുള്ള പിക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ജെമിനി ഉണ്ടാക്കി തരും. അധ്യാപകർക്കും കുട്ടികളെ LKG UKG ഒക്കെ പഠിപ്പിക്കുന്ന കഥാബുക്കുകൾ ഉണ്ടാക്കാനും അതുപോലെ റൈറ്റേഴ്സിന്, പോം റൈറ്റേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ജെമിനിയുടെ സ്റ്റോറി ബുക്ക് എന്നുള്ള ഫീച്ചർ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, യെസ്, ഇവിടെ റെഡി ആയി. ലിയോ ആൻഡ് ദ ബ്രേവറി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതന്നെ നമുക്ക് അതിന്റെ വോയിസ് ക്ലിപ്പായിട്ട് കിട്ടും. അതുപോലെ പല രീതിയിൽ അത് നമുക്ക് ഇവിടെ ജെമിനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത്, I have created a story book for a 7-year-old about a little bear who is nervous about sleeping over at their grandma's house. I hope this story helps your child with the sleeper anxieties. സ്ലീപ്പിംഗ് സിക്നെസ് ഒക്കെ ഓവർകം ചെയ്യാൻ ഈ കഥ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് പറഞ്ഞിട്ടൊരു കഥ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കഥയുടെ പേര് ലിയോ എന്നാണ് കുട്ടിയുടെ പേര്, ആൻഡ് ബ്രേവറി, ലിയോയും അവന്റെ പേടിയും എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു എന്ത് ചെയ്തിട്ടുണ്ട്, കവർ പേജ് തന്നിട്ടുണ്ട്. ലിയോ വാസ് ഗോയിങ് ടു ഗ്രാൻഡ് ഹൗസ്. ഇതേപോലെ നിങ്ങൾക്കും, അപ്പൊ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടുന്നുണ്ടാവും അത് എന്താണെന്നുള്ളത്. ഇതേപോലെ കഥാബുക്കുകൾ ഒരു ഫോട്ടോ വെച്ചിട്ട് നല്ല കഥാബുക്കുകൾ നമ്മുടെ പേരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ പേജ് ആയിട്ട് തന്നെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലിസൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പൊ കേൾക്കാനുള്ള And ഓപ്ഷൻ I have one more secret, Grandma Rose said, കേൾക്കുന്നുണ്ട്. plugging in a small nightlight. It glowed in the shape of a friendly അങ്ങനെ star. കേൾപ്പിച്ചുകൊണ്ട് This നമുക്ക് is a worry അറിയിക്കാൻ പറ്റും. star. ഓക്കെ, You can whisper all your worries to it, and it will hold them for you until morning. യെസ്, അങ്ങനെയാണ് ഇത്. പ്രിന്റ് ഔട്ട് എടുക്കുക, പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് ഔട്ട് എടുത്ത് ഒരു പുസ്തകമാക്കി മാറ്റാണ്ട് അങ്ങനെയും ആക്കി മാറ്റാന്നുള്ളതാണ്. അപ്പൊ ദിസ് ഈസ് ദ തിങ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നല്ലൊരു ട്യൂട്ടോറിയലാണ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല AI ടിപ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിനേറ്റ് AI അക്കാദമിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 1 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട്, എസ്പെഷ്യലി മലയാളികൾക്ക് ഫ്രീ ആയിട്ട് AI യുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഒരുപാട് മുൻപത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ജെമിനിയുടെ തന്നെ എങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ എക്സ്പേർട്ടിന്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ നമ്മളെ സ്റ്റാഫിനൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.